മുസ്ലിം ന്യൂനപക്ഷ സമൂഹം എന്നുള്ളത് ഏതെങ്കിലും ഒരു ആലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നോ PDP എന്നോ എന്ന രൂപത്തിൽ കൊണ്ട് ആലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നേ. കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തെ അവർ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആരെന്തു പറയുന്നു, ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ ജീവിതം ഇവിടെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ, ഒരു തരം ഭീതി അവർക്കുണ്ടാകുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വിഷയം ഏറ്റെടുക്കുന്നത്. നോക്കൂ, ഈ പ്രചാരണത്തിലുള്ള മുഖ്യമന്ത്രി അവിടെ 3 ദിവസം ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രസംഗത്തിലും അതുതന്നെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പരാജയത്തിന് ശേഷം എന്ത് പാഠം പഠിക്കുന്നു എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. MV ഗോവിന്ദൻ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറയുകയാണ്, വർഗീയ വോട്ടുകൾ ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുക? നിലമ്പൂരിലെ ജനതയെ അപമാനിക്കലല്ലേ, അല്ലേ? തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ ഉണ്ടാകും. അപ്പുറത്ത് ഒരു വിഭാഗം ജയിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടിയത് മുഴുവൻ വർഗീയ വോട്ടാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന എന്ത് മോശം പ്രവണതയാണ്. അത് നമ്മൾ വടകരയിൽ കണ്ടു, അത് നമ്മൾ പാലക്കാട് കണ്ടു, തൃക്കാക്കരയിലും കണ്ടിട്ടുണ്ട് ഒരു രൂപത്തിൽ. ഇപ്പോൾ അത് തന്നെ നിലമ്പൂരിലും ആവർത്തിക്കുന്നു.